ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രില്ലർ സിനിമയുടെ കാലമാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട്. മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയായിട്ടാണ് ക്രൈം ത്രില്ലർ സിനിമകളെ കാണുന്നത്. ജനുവരി 11 ഒരു പുതിയ ത്രില്ലർ സിനിമ വരുന്നു. വെറും ത്രില്ലറല്ല, മെഡിക്കൽ ത്രില്ലർ സിനിമയാണ് വരുന്നത്. രചനയും സംവിധാനവും നടത്തേണ്ടത് ശരിക്ക് മിഥുൻ മാനുവലാണ്. പക്ഷേ ഈ ചിത്രത്തിൽ മിഥുൻ മാനുവൽ സംവിധാനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 5-ാം പാതിര എന്ന സിനിമയ്ക്ക് ശേഷം മിഥുൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണെന്ന് ആലോചിക്കണം. അതിനിടയിൽ ബമ്പർ ഹിറ്റായി മാറ്റിയ ഗരുഡന് തിരക്കഥ എഴുതിയിട്ടുണ്ട്. വിഷ്ണു ഭരതൻ സംവിധാനം ചെയ്ത ഫീനിക്സിന് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഫീനിക്സ് ഒരു നല്ല സിനിമയായിരുന്നു. ആ നല്ല സിനിമയായിട്ട് പോലും വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർ എന്തുകൊണ്ടോ അംഗീകരിക്കാൻ വൈകിപ്പോയി എന്നുള്ളതാണത്. ഇപ്പോഴിതാ പുതിയൊരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ ജയറാമിന് നായക വേഷം തിരിച്ചു കൊടുത്ത് സജീവമാക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ് മിഥുൻ മാനുവൽ. എബ്രഹാം ഓസ്റ്റർ എന്നാണ് ജയറാമിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. സിനിമയ്ക്കാകട്ടെ ഓസ്ലർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കഥ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന് ഒറ്റ ഉത്തരമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു മെഡിക്കൽ ത്രില്ലർ സിനിമയാണ്. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ജയറാമിൻ്റെ കാര്യം പറയാം. ഒരു 3 വർഷമായില്ലേ ജയറാമിൻ്റെ സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ട്. ചിലരൊക്കെ പറഞ്ഞു മലയാളത്തിൽ നിന്ന് ഔട്ടായിരിക്കുന്നു, വീട്ടിലിരിക്കുകയാണുള്ളത്. വീട്ടിലിരിക്കുന്നില്ല ജയറാം തമിഴ് സിനിമകളിൽ, കന്നഡ സിനിമകളിൽ, തെലുങ്ക് സിനിമകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആലോചിക്കണം. അതിനിടയിലൊക്കെ തൻ്റെ വല്ലപ്പോഴുമുള്ള വരവ് അതൊരു 1.5 വരവാക്കി മാറ്റാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മിഥുൻ മാനുവലിൻ്റെ ഈ സിനിമയിലൂടെ, അതായത് ഓസ്റ്റർ എന്ന സിനിമയിലൂടെ തിരിച്ചു വരവ് നടത്തിയിരിക്കുന്നത്. അപ്പം ചോദിക്കും, ജയറാം മാത്രമല്ലോ ഇതിൽ മമ്മൂട്ടി ഇല്ലേ? മമ്മൂട്ടിയുടെ റോള് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്നുള്ളത്. ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല, മമ്മൂട്ടി സിനിമയിലുണ്ട്. അപ്പോൾ ചോദിക്കും, ജയറാമാണ് നായകനെങ്കിൽ മമ്മൂട്ടി നായകനല്ലേ? അത് മമ്മൂട്ടി വില്ലനാണോ? നമുക്ക് ഇത്തരം ചോദ്യങ്ങളല്ല ആവശ്യം. ജയറാം ആണ് നായകൻ, മമ്മൂട്ടി വില്ലനുമല്ല, മമ്മൂട്ടി നായകനും അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ എല്ലാ പ്രാധാന്യങ്ങളും ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിഥുനോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം മിഥുൻ മാനുവൽ മമ്മൂട്ടിയുടെ പുതിയ സിനിമ CBI ചെയ്യാൻ പോവാണ്. CBIയുടെ 6-ാം ഭാഗം ചെയ്യാൻ പോകുന്ന ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ തിരക്കഥകളും ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, അത് മമ്മൂക്ക അവതരിപ്പിക്കണമെന്ന് മിഥുൻ പറഞ്ഞതും മമ്മൂട്ടി സമ്മതിച്ചതും. അപ്പോൾ ചോദിക്കുക, എന്താണ് ഇതിൻ്റെ റോള്? ഗസ്റ്റ് റോളാണോ? ഗസ്റ്റ് റോളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു അരമണിക്കൂർ നിറഞ്ഞ് കളിക്കുന്നൊരു കഥാപാത്രമാണ് മമ്മൂട്ടിയെന്ന് അറിയിക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറേ ഉള്ളോ എന്ന് ചോദിക്കും. അരമണിക്കൂർ ഉള്ളോ എന്ന് ചോദിക്കുന്നതല്ല, 10 മിനിറ്റ് ആയാലും ആ 10 മിനിറ്റിനുള്ളിൽ ആ കഥാപാത്രം, ആ നടൻ എന്തു ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എന്ന് ആലോചിക്കണം. ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും കുറേ ഗസ്റ്റ് റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിച്ച 3-4 ഗസ്റ്റ് റോളുകൾ ഒഴിച്ച് അഭിനയിച്ച സിനിമകളിൽ എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോയത് മോഹൻലാലല്ലേ? മമ്മൂട്ടിയും അഭിനയിച്ചിട്ടില്ലേ? മോഹൻലാൽ നായകനായ നരസിംഹത്തിൽ, ക്ലൈമാക്സിനടുത്ത് നരസിംഹത്തിൽ മന്നാടിയാർ എന്നുള്ള പ്രഗത്ഭനായ സുപ്രീം കോടതി അഡ്വക്കേറ്റായിട്ട് മമ്മൂട്ടി കാലകിയില്ലേ? നമ്മളൊക്കെ വിചാരിച്ചോ? ആദ്യമൊക്കെ കേട്ടപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ പറഞ്ഞു കേട്ട കാര്യമുണ്ട്, ഓ മമ്മൂട്ടി എന്തിനാണ് ഇപ്പോൾ ഗസ്റ്റ് റോൾ അഭിനയിക്കാൻ പോകുന്നത്? അതിലെന്തായാലും മോഹൻലാലല്ലേ പ്രാധാന്യം എന്നുള്ളത്. മോഹൻലാൽ തന്നെയാണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ തന്നെ കയ്യടി വാങ്ങി കൊണ്ടുപോയില്ലേ മാരാര്? ആ മാരാരുടെ ആ നരസിംഹത്തിൻ്റെ കഥ പറയുമ്പോൾ, നരസിംഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മമ്മൂട്ടിയുടെ മന്നാടിയാർ എന്നുള്ള കഥാപാത്രത്തെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ മിഥുൻ മാനുവലിൻ്റെ ഓസ്ലറിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നാലോചിക്കണം.
അപ്പം നിങ്ങൾ ചോദിക്കും, മമ്മൂട്ടിയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചിട്ട് കാലം കുറേ ആയില്ലേ എന്ന്. കാലം കുറേ ആയിക്കോട്ടെ. അപ്പം എനിക്ക് അവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച ഇഷ്ടത്തിൽ ധ്രുവമുള്ള സിനിമയുണ്ട്. ജോഷി സംവിധാനം ചെയ്ത എസ്.എൻ. സ്വാമി രചന നിർവഹിച്ച ഒരു സിനിമ, അതും ഒരു നല്ല ക്രൈം മൂഡുള്ള നല്ല സിനിമയാണത്. അതിൽ ഗൗതമിയാണ് അതിൽ നായിക. അതിൽ നല്ല പാട്ടുകളുണ്ട്. പാട്ടുകളെന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ, ക്രൈമിൻ്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ ഇരുത്തി, അതായത് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം കൊടുക്കാതെ അത്രയും ആകാംക്ഷ നിറഞ്ഞ ഒരു സിനിമയായിരുന്നാലേക്കണം. അതിൽ ജയറാം മമ്മൂട്ടിയുടെ അനുജനായിട്ടാണ് അഭിനയിക്കുന്നതായിരിക്കണം. അതിൻ്റെ ആ ദുരന്തങ്ങൾ, അനുജൻ്റെ കൊലപാതകം, അതേത്തുള്ള സംഭവ വികാസങ്ങൾ. പക്ഷെ നമ്മൾ ആ സിനിമ കണ്ടിരിക്കുമ്പോൾ ഇത്രയും ഒരു നല്ല അനുജനെ മമ്മൂട്ടിക്ക് കിട്ടി, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചേട്ടനെ ജയറാമിന് കിട്ടി എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു സിനിമയായിരുന്നു ധ്രുവം എന്നാലോചിക്കണം. അതിന് ശേഷം ഞാൻ ഇഷ്ടപ്പെട്ടൊരു വരുന്ന സിനിമയായിരിക്കും ഈ പുതിയ സിനിമ. ജയറാം നായകനായിക്കോട്ടെ, മറ്റേലും മോഹൻലാൽ മമ്മൂട്ടി നായകനായിരുന്നു. പക്ഷേ അമിതമായുള്ള പ്രാധാന്യവും ജയറാമിനുണ്ടായെന്ന് ആലോചിക്കണം. ജയറാമിനെ വേണ്ട രീതിയിൽ നല്ല സംവിധായകരുടെ കയ്യിൽ, നല്ല തിരക്കഥയുടെ ഉണ്ടെങ്കിൽ ജയറാം നല്ല നടൻ തന്നെയാണ് ആലോചിക്കണം. ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിച്ച് പോവുകയാണ്. ഇവിടെ കമൽ സംവിധാനം ചെയ്ത അഡ്വക്കേറ്റ് അനിൽകുമാർ അമ്പലക്കര നിർമ്മിച്ചൊരു സിനിമയുണ്ട് നടൻ. ആ നടൻ ഒരു നാടക പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയായിരുന്നു ആലോചിക്കണം. അതിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ജയറാം അഭിനയിച്ചതാലോചിക്കണം. ആ മനോഹരമായിട്ട് അഭിനയിച്ചുകൂടി അതിൽ ജയറാമിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുമെന്ന് പലരും കണക്ക് കൂട്ടിയെങ്കിലും അവസാനം തരികിടതവും ആയിപ്പോയി എന്നുള്ളതാണത്. അത് മനഃപൂർവ്വമാണ് അല്ലേ എന്നുള്ളതല്ല. അതൊരു നല്ല സിനിമയായിരുന്നു, നന്നായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് വന്നെങ്കിലും അത്ര ശോഭിക്കാൻ ജയറാമിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തമിഴിലേക്ക് പോയി, തെലുങ്കിലേക്ക് പോയി, കന്നഡത്തിലേക്ക് പോയി. അങ്ങനെ തിരക്കുള്ള സമയത്താണ് ഈ പുതിയ സിനിമയിലേക്ക് വന്നാലോചിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. മമ്മൂട്ടി അരമണിക്കൂർ ഉണ്ടെങ്കിൽ ജയറാം എത്ര നന്നായിട്ട് അഭിനയിച്ചാലും അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് മമ്മൂട്ടി ആയിരിക്കില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ചില ഒറ്റ സീന് തന്നെയുണ്ട്. അതായത് ഗോപി, നമ്മുടെ ഭരത് ഗോപി സിനിമയിൽ അഭിനയിച്ചില്ല, അടൂരിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ വാഹനം വരുന്നു, ചെളി തെറിച്ച് പോയി സ്പീഡിൽ. ഒറ്റ നോട്ടം, ഒരു പറച്ചിൽ, എന്തൊരു സ്പീഡല്ലേ! നമ്മൾ പറഞ്ഞ പോലെ അല്ല. അതാ ഗോപി പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഗോപിയോടൊപ്പം ചേരി എന്ത് മനോഹരമായിട്ട്. എന്തിനാ കൂടുതൽ സീൻ ഗോപിക്ക്? ആ ഒറ്റ സീൻ മതി ആ നടൻ ആരാണെന്നറിയിക്കാൻ എന്നതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ജയറാമിനൊപ്പം അരമണിക്കൂർ സമയം മമ്മൂട്ടി അഭിനയിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഈ പ്രേക്ഷകർക്കും നമുക്കും ചോദിക്കാനുള്ളൂ. ജയറാം നായകനാണെങ്കിൽ മമ്മൂട്ടിയുടെ റോൾ എന്താണ്? ആ റോള് സസ്പെൻസ് ആയിരിക്കട്ടെ. അത് നിങ്ങൾ തിയേറ്ററിൽ ജനുവരി 11 തിയേറ്ററിൽ കാണുക, ചർച്ച ചെയ്യുക.